Debate with Dr. Arun Kumar. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആ വാക്കും പാഴായി. ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. എന്നാൽ പ്രോസിക്യൂഷൻ ഇന്ന് എതിർത്തു. കസ്റ്റഡി ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന കോടതിയുടെ ചോദ്യത്തിന് പക്ഷേ ഉത്തരമില്ല. ഇത് ന്യൂനപക്ഷ വേട്ടയാണെന്ന് കോൺഗ്രസ്, രാഷ്ട്രീയ അജണ്ടയാണെന്ന് CPIM, തെരുവിൽ നേരിടുമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ്. വയോധികരായ 2 കന്യാസ്ത്രീകൾ 53 കൊടും കുറ്റവാളികൾക്കൊപ്പം അന്യായമായി തടവിലാക്കപ്പെട്ട് 8ാം നാൾ. ബജരംഗദളിന്റെ ആൾക്കൂട്ട വിചാരണയും പോലീസിന്റെ കള്ളക്കേസും തടവിലാക്കിയത് 2 സാധുക്കളായ അശരണായവർക്ക് അഭയമായിരുന്ന കന്യാസ്ത്രീകളെയാണ്. ഛത്തീസ്ഗഡിലെ മതപരിവർത്തന നിയമത്തിനു പുറമെ BNS 143 മനുഷ്യക്കടത്ത്, BNS 182 രാജ്യവിരുദ്ധ പ്രവർത്തനം എന്നിവ കൂടി ചേർത്താണ് ആ സാധുക്കളെ അഴിക്കുള്ളിലാക്കിയത്. അപ്പോഴും ഛത്തീസ്ഗഡിനായി ഒരു തിരക്കഥയും കേരളത്തിനായി മറ്റൊരു തിരക്കഥയും എഴുതുന്ന BJP വീണ്ടും തുറന്നുകാട്ടപ്പെടുകയാണോ? കേരള സ്റ്റോറിയുടെ സംവിധായകന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം കൊടുക്കുകയും വസ്തുതകൾ തുറന്നു പറയുന്ന സിനിമയെന്ന് ജൂറി പരാമർശം നടക്കുകയും ചെയ്ത ദിവസമാണ്. ഇത് ഡബിൾ സ്റ്റോറിയാണോ? സഭകളുടെ അരമനകളിലേക്കുള്ള നെട്ടോട്ടമോടിയാൽ നഷ്ടപ്പെട്ട ഈ വിശ്വാസം വീണ്ടെടുക്കാനാകുമോ? ഇന്ന് NIA കോടതിയിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ സർക്കാർ എതിർക്കില്ല എന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പ് പാഴായോ? നീതി ഇനിയും അകലെയാണോ? BJPയുടേത് ഡബിൾ ഗെയിമോ, ഡബിൾ സ്ക്രിപ്റ്റോ? അതിഥികളായി മുസ്ലിം ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, CPIMൽ നിന്നും അഡ്വക്കേറ്റ് A. മാരിഫ്, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, കെന്നഡി കരിമ്പിങ്കാല ക്രിസ്ത്യൻ കൗൺസിൽ അംഗം സിസ്റ്റർ അഡ്വക്കേറ്റ് മേരി ജോ ഫ്രാൻസിസ്, അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റിൽ നിന്നുള്ള പ്രതിനിധിയും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം BJP പ്രതിനിധിയിലേക്ക് അഡ്വക്കേറ്റ് ശങ്കുട്ടി സാദ്. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞ ആ ഉറപ്പ് പാഴായോ? ഇന്നും അവർക്ക് ജാമ്യം കിട്ടിയില്ല. പ്രോസിക്യൂഷൻ എതിർക്കില്ലെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ പ്രോസിക്യൂഷൻ എതിർത്തു. ജാമ്യം കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് പറഞ്ഞു. ജാമ്യത്തെ എതിർത്ത പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് കസ്റ്റഡി ആവശ്യപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന് പോലും പ്രോസിക്യൂഷൻ ഉത്തരമില്ലാതായോ? ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വാക്ക് ഒരു വെറും ചാക്കായോ? അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. നോക്കൂ, നിങ്ങളുടെ തന്നെ റിപ്പോർട്ടർ ചാനൽ കുറച്ച് മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ കേസിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് അമൃതോദാസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ബൈറ്റുകളാണ്. അതിൽ അഡ്വക്കേറ്റ് അമൃതോദാസ് എന്ന് പറയുന്ന ആള് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം പറയുന്നത് പ്രോസിക്യൂഷൻ സ്ട്രോങ് ആയിട്ട് ഈ കേസിൽ എതിർത്തിട്ടില്ല എന്നുള്ളതാണ്. വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്ഷൻ മാത്രമേ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. എന്താണ് ഫോർമൽ ആയിട്ടുള്ള ഒബ്ജക്ഷൻ? ഏർലി സ്റ്റേജ് ഓഫ് ട്രയൽ ആണ്, അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം സാധ്യമല്ല എന്നുള്ളത്. ഇത് ലോകത്ത് എവിടെയാണെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സാർ മുഴുവനൊന്ന് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും. നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അതായത് നമ്മുടെ നാട്ടിലെ വിചാരണയുടെ രീതി എന്താണ്? പ്രോസിക്യൂഷൻ ഒരു കേസ് മൗൾഡ് ചെയ്യും, ആ കേസ് പ്രോബബിൾ അല്ല, ആ കേസ് ശരിയല്ല എന്ന് ഡിഫൻസ് വാദിക്കും. പ്രോസിക്യൂഷൻ തന്നെ ഞങ്ങളുടെ കേസ് ശരിയല്ല എന്ന് വാദിക്കുന്ന രീതിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെയായിട്ടും ഒരു കേസിൽ നിന്ന് ജാമ്യാപേക്ഷ വരുമ്പോൾ ജാമ്യാപേക്ഷ എതിർക്കാതിരിക്കുക എന്നൊരു രീതി പ്രോസിക്യൂഷന് അവലംബിക്കാൻ സാധിക്കില്ല. എന്നാൽ പ്രോസിക്യൂഷനെ എങ്ങനെ എതിർക്കുന്നു? വളരെ സ്ട്രോങ് ആയി, വെഹിമെന്റ് ആയി, ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. ജാമ്യം നിഷേധിക്കാൻ 3 ഗ്രൗണ്ടുകളാണ് പൊതുവെ അവലംബിക്കാറുള്ളത്. എന്താണ്? ഒന്ന്, ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ സംസ്ഥാനം വിട്ടു പോകാനോ ഇവർ വിചാരണയിൽ നിന്ന് ഒളിച്ചോടാനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 2, ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ സാക്ഷികളെയോ മറ്റാളുകളെയോ സ്വാധീനിക്കാനോ തെളിവ് നശിപ്പിക്കാനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 3ാമത്, ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ സിമിലർ ആയിട്ടുള്ള ഒഫൻസസ് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതാണ് സാധാരണഗതിയിൽ ബെയിൽ ഒബ്ജക്ട് ചെയ്യാനുള്ള 3 ഗ്രൗണ്ടായിട്ട് എടുക്കുക. അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം ബെയിൽ കൊടുക്കുക എന്നുള്ളതാണ്. ബെയിൽ ഈസ് ദ ജനറൽ ലോ, ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നാണ് പറയുക. സാധാരണഗതിയിൽ സാധ്യമാവുന്നിടത്തെല്ലാം ബെയിൽ കൊടുക്കണം. ഇതൊരു അസാധാരണമായ സാഹചര്യമല്ലേ ശങ്കുട്ടി ദാസ്? അപ്പോൾ അസാധാരണമായ പ്രോസിക്യൂഷന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഈ പറയുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു ഒബ്ജക്ഷൻ പോലും വേണ്ടെന്ന് വെക്കാമായിരുന്നില്ലേ? നമ്മൾ പറഞ്ഞല്ലോ, കീഴ്വഴക്കമില്ലെന്നേ ഉള്ളൂ, ചട്ടം അങ്ങനൊന്നുമില്ല. പ്രോസിക്യൂഷന് ജാമ്യം കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാമ്യത്തിന് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല. കീഴ്വഴക്കമില്ല. ഇതൊന്നും കീഴ്വഴക്കമല്ലല്ലോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. നിങ്ങൾ ഏകപക്ഷീയമായി പ്രസംഗിക്കാതിരിക്കും. നിങ്ങൾ എന്നെ ചർച്ചയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് ചോദ്യങ്ങളുണ്ടാവും ശങ്കുട്ടി ദാസ്. എന്താണ് ചോദ്യങ്ങളുണ്ടാവും. നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത്, നിങ്ങളുടെ കേന്ദ്ര സഹമന്ത്രി പറയുന്നത് പോലെ ചോദ്യം ഇറങ്ങിപ്പോകാൻ കഴിയില്ല ശങ്കുട്ടി ദാസ്. ചോദ്യങ്ങളുണ്ടാവും. അങ്ങേക്ക് പറയാനുള്ള സമയം ഞാൻ നൽകും. നിങ്ങൾ എനിക്ക് സമയം തരുന്നില്ലല്ലോ. നിങ്ങൾ ചോദ്യം മാത്രം ചോദിച്ചുകൊണ്ടിരിക്കും. താങ്കൾ പറഞ്ഞതിന് ശേഷമാണ് ചോദ്യം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജാമ്യാപേക്ഷ എതിർക്കില്ലെന്ന്
ഇതെന്തൊരു അക്രമമാണ് ഇത്. നിങ്ങൾ ഓരോ വാചകത്തിനും മറുപടി പറയാതിരിക്കൂ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചോദ്യം പ്രസ്താവിച്ചില്ലേ, നിങ്ങൾ നിങ്ങളുടെ ആമുഖത്തിൽ ആവശ്യത്തിലധികം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിനുശേഷം എന്നെ പറയാൻ സമ്മതിക്കൂ. എന്റെ ചോദ്യം, ഈ പറഞ്ഞ 3 ഗ്രൗണ്ടുകളിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട്, അതായത് ഇവർ ഇവർ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ സംസ്ഥാനം വിട്ടു പോകാനോ വിചാരണയെ അഭിമുഖീകരിക്കാതിരിക്കാനോ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? 2, ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? 3ാമത്തെ കാര്യം, ഇവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഒഫൻസസ് ആവർത്തിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഫോർമൽ ഒബ്ജക്ഷൻ ആണ്. ഫോർമൽ ഒബ്ജക്ഷൻ എന്താണ്? ഏർലി സ്റ്റേജ് ഓഫ് ദ ട്രയൽ ആണ് എന്നുള്ളതാണ്. ഇത് ഏത് കേസിലും പ്രോസിക്യൂഷൻ പറയേണ്ടതാണ്. പ്രോസിക്യൂഷന് ഇത് പറയാതിരിക്കാൻ സാധിക്കില്ല. പ്രതിഭാഗം ഒരു ജാമ്യാപേക്ഷയുമായി വരുന്ന ഘട്ടത്തിൽ ജാമ്യം കൊടുത്തോളൂ, ഞങ്ങൾക്ക് യാതൊരു ആക്ഷേപമില്ല, ഞങ്ങളുടെ കേസ് വളരെ മോശം കേസാണ്, ഞങ്ങൾ ഈ കേസ് എടുത്തത് തന്നെ തെറ്റായി പോയി, അതുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കുക, അവരെ വിടുന്നു, പ്രോസിക്യൂഷൻ പറയാൻ പറ്റില്ല. എന്താണ് നമ്മളുടെ വാദം? ഈ കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന 2 കന്യാസ്ത്രീകളും മനുഷ്യക്കടത്ത് ചെയ്തിട്ടില്ല, മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നത് തന്നെയല്ലേ ശങ്കുട്ടിദാസിന്റെയും വിശ്വാസം? ഇത് തന്നെയല്ലേ നമ്മൾ വാദിക്കുന്നത്? പ്രോസിക്യൂഷൻ ഇത് കോടതിയിൽ സമർപ്പിക്കുന്നതിന് എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട്? ഞങ്ങളുടെ അടുത്ത കേസ് തെറ്റായി പോയി അംഗീകരിച്ചാൽ എന്താ കുഴപ്പം ശങ്കുട്ടിദാസ്? അങ്ങനെ ഒരു കാരണവശാലും പ്രോസിക്യൂഷന് വാദിക്കാൻ സാധിക്കില്ല. ഇത് പറയുന്നത് കേരളത്തിലുള്ള നമ്മുടെ ഫീലിംഗ് ആണ്. ഛത്തീസ്ഗഡിലുള്ള ഫീലിംഗ് ഇതാ. നോക്കൂ, നിങ്ങൾ ഈ പറയുന്നത് കേരളത്തിലുള്ള നിങ്ങളുടെ ഒരു ഫീലിംഗ് ആണ്. ഛത്തീസ്ഗഡിലുള്ള ഫീലിംഗ് നേരെ വിരുദ്ധമാണ്. ഛത്തീസ്ഗഡിൽ അവിടുത്തെ എന്താണ് പ്രോസിക്യൂഷന് വിരുദ്ധമായിട്ടുള്ള വികാരമുണ്ട്. എനിക്കത് മാത്രം കേട്ടാൽ മതി ശങ്കുട്ടിദാസ്, അത് മാത്രം കേട്ടാൽ മതി. അല്ലല്ല, ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്കൾ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. താങ്കൾ വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത്. ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഒരു നിമിഷം തുടരണം. ഞാനൊന്ന് മുഹമ്മദ് ഷാഹിദ്, നമുക്ക് ഇത്രയും അതിഥികൾ ഉള്ളതുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരും. തീർച്ചയായിട്ടും താങ്കളിലേക്ക് തിരിച്ചു വരും. എന്നെ നിങ്ങൾ മുഴുവൻ പറയാൻ അനുവദിക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോകും. നിങ്ങൾ എന്നെ പറയാൻ മുഴുവൻ താങ്കൾക്ക് 1 മിനിറ്റ് കൂടി സമയം തരും. എനിക്ക് അധിക സമയം നൽകാൻ കഴിയില്ല, ബാക്കി എല്ലാ അതിഥികളും ഉണ്ട്. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഛത്തീസ്ഗഡിൽ അവസ്ഥ മറ്റൊന്നാണ്. അവിടെ പ്രോസിക്യൂഷൻ അങ്ങോട്ട് നിലപാടെടുക്കണം. അത് തന്നെ നമ്മളും പറഞ്ഞുള്ളൂ. ഏത് നാട്ടിലും ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും ഈ ചർച്ചയിൽ ഇരിക്കുന്ന മുഹമ്മദ് ഷാഹിദ് ചോദിക്കും, പ്രോസിക്യൂഷൻ ബെയിലിനെ ഫോർമലായി പോലും എതിർക്കാതിരിക്കുന്ന ഒരു സാഹചര്യം എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ ചോദിക്കൂ. പ്രോസിക്യൂഷൻ വന്നിട്ട് കേസ് അഡ്മിറ്റ് ചെയ്യുന്ന ലാബ്സ് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ചോദിക്കൂ. അതൊരിക്കലും സാധ്യമല്ല. ഇവിടെ ഫോർമൽ ആയിട്ടുള്ള ഒബ്ജക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സ്ട്രോങ് ആയിട്ട് എതിർത്തിട്ടില്ല എന്ന് നൺസിന് വേണ്ടിയിട്ടുള്ള അപ്പിയർ ചെയ്തിട്ടുള്ള വക്കീൽമാർ പോലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ക്രൂഷ്യലായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് ഇവിടെ ഈ പറഞ്ഞ നിയമവിദഗ്ധന്മാരും പ്രതിപക്ഷവും മുഴുവൻ പറഞ്ഞത് NIA കോടതിയെ സമീപിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ്. എന്നാൽ ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് പകരം ഇന്ന് NIA കോടതിയെ തന്നെ സമീപിക്കാൻ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരാവുന്ന വക്കീലന്മാർ തീരുമാനിക്കുന്നത് അവർ ഈ പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ BJP വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. NIA കോടതിയിൽ നിന്ന് തന്നെ റിലീഫ് കിട്ടുന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അതല്ലെങ്കിൽ NIA കോടതിയെ സമീപിക്കുന്നതിന് പകരം അവർ ഡയറക്ട്ലി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ NIA കോടതി അവിടെ ജാമ്യാപേക്ഷ തള്ളുകയല്ല ചെയ്തിട്ടുള്ളത്. വാദം കേട്ടതിന് ശേഷം ഇവിടെ കസ്റ്റഡിയിൽ ഇന്റർഗേഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു പ്രതിയുടെ റിമാൻഡ് ആവശ്യമുണ്ടെങ്കിൽ, പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെങ്കിൽ, അവരുടെ ബെയിൽ കൊടുക്കാതെ അവർ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറയണമെങ്കിൽ ഒരേ ഒരു ഗ്രൗണ്ട് എന്താ? കസ്റ്റഡിയിൽ ഇന്റർഗേഷൻ വേണമെന്നുള്ളതാ. ഇവിടെ കസ്റ്റഡിയിൽ ഇന്റർഗേഷൻ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾക്ക് വരെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന കഴിഞ്ഞില്ലേ? ബജരംഗദളിന്റെ കൂട്ടത്തിലൊരു വിചാരണ, പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിചാരണ, ഇതെല്ലാം കഴിഞ്ഞല്ലോ അവിടെ. പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള താങ്കൾ എന്താണ് ഈ പറയുന്നത്? കസ്റ്റഡിയൽ ഇന്ററോഗേഷന് പകരം ജനകീയ വിചാരണ നടന്നു കഴിഞ്ഞു ഇവിടെ ഈ വിഷയത്തിൽ. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. എല്ലാവിധ ബഹുമാനങ്ങളോടും കൂടി പറയട്ടെ. താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ ഭാഗമുണ്ടല്ലോ, അതായത് ഛത്തീസ്ഗഡിലുള്ള അവസ്ഥ മറ്റൊന്നാണ്, കേരളത്തിലിരുന്ന് പറയുന്ന നമ്മളുടെ അവസ്ഥയല്ല. അത് തന്നെയാണ് നമുക്ക് ഈ ചർച്ചയിൽ പറയാനുള്ളതും. ഞാനൊന്ന് അങ്ങ് ചോദിച്ച ചോദ്യം മുഹമ്മദ് ഷായിലേക്ക് കൂടി ഇത് പോയി വരാം. മുഹമ്മദ് ഷാ, ഇത് സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ് ഈ ഫോർമൽ ഒബ്ജക്ഷൻ. ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പറഞ്ഞതുപോലെ ഇതാ ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പ്രസ് ചെയ്തിട്ടില്ല പ്രോസിക്യൂഷൻ എന്നുള്ളതാണ് ശങ്കുട്ടിദാസിന്റെ വാദം. മുഹമ്മദ് ഷാ, ആ അർത്ഥത്തിൽ അമിത്ഷാ പറഞ്ഞത് വാക്ക് പാലിച്ചില്ലേ? അമിത്ഷയല്ലേ നാളെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കാൻ പോകുന്നത്? ആ അർത്ഥത്തിൽ അതിനുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. പിന്നെ അരുൺ, എൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ശങ്കു ഈസ് എ ലോയർ. ശങ്കു പറഞ്ഞപ്പോൾ NIA കോടതി ഭരണകക്ഷിയുടെയും ഹൈക്കോടതി പ്രതിപക്ഷത്തിൻ്റെതാണോ വിചാരിച്ചിരിക്കുന്നത്? NIA കോടതി പോയത് പിന്നെ BJPക്ക് അനുകൂലമായ കാര്യവും ഹൈക്കോടതി പോയിരുന്ന എതിരായ കാര്യം അങ്ങനെയൊന്നുമില്ല. കോടതിയിൽ കേസുമായി പോകുമ്പോൾ ഞാൻ പ്രോസിക്യൂട്ടറായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. ഹൈക്കോടതിയിൽ ഗവൺമെൻറ് ലീഡറായിട്ട് ചീഫ് ജസ്റ്റിൻ്റെ ഉൾപ്പെടെയുള്ള കോടതിയിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തമായി പറയാം, ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ അവർക്ക് അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പോലും പോലീസിൻ്റെ പ്രൊറോഗേറ്റീവാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഒരു മർഡർ കേസാണെന്നിരിക്കട്ടെ, അറസ്റ്റ് പോലീസിൻ്റെ പ്രൊറോഗേറ്റീവാണ്. നോൺ ബെയിലബിൾ ഓഫീസർ അറസ്റ്റ് ചെയ്യേണ്ടതില്ല. ഇനി
കസ്റ്റഡി ഇഷ്യൂ അറസ്റ്റ് ചെയ്തു, കോടതി പ്രൊഡ്യൂസ് ചെയ്തു. കോടതി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കാൻ അനുവദിക്കുന്നതിന് കൺസീഡ് ചെയ്യാറുണ്ട് കോടതിയിൽ. ജാമ്യം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ സ്ട്രിഞ്ചൻ കണ്ടീഷൻസ് വേണം. അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ കോടതി പറഞ്ഞിട്ടുള്ളവരാ, സ്ട്രിഞ്ചൻ കണ്ടീഷൻസ് വെക്കണം, ജാമ്യം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് കൺസീഡ് ചെയ്ത 1000 ജഡ്ജ്മെന്റ് ഞാൻ എടുത്തു തരാം. അതെ, ഞാനൊന്ന് വ്യക്തമാക്കട്ടെ മുഹമ്മദ് ഷാ. ഇപ്പോൾ BJP-യും ഷോൺ ജോർജും ശങ്കുണ്ണിദാസും പറയാൻ ശ്രമിച്ചത് അങ്ങനൊരു ചരിത്രമില്ല എന്നത് ശരിയല്ല. അതായത് ജാമ്യത്തിന് കൺസീഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫോർമൽ ഒബ്ജക്ഷൻ പോലും പറയാതെ ജാമ്യത്തിന് കൺസീഡ് ചെയ്ത ചരിത്രമില്ലേ പ്രോസിക്യൂഷന്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ജാമ്യം കൊടുക്കാൻ സ്ട്രിഞ്ചൻ കണ്ടീഷൻസ് വെക്കണം എന്ന് പറഞ്ഞു. ആൻഡ് ദ പ്രോസിക്യൂട്ടർ സേസ് ദാറ്റ് ഈവൻ ഇഫ് ബെയിൽ ഈസ് ഗ്രാൻഡഡ് സ്ട്രിഞ്ചൻ കണ്ടീഷൻസ് മസ്റ്റ് ബി ഇമ്പോസ്ഡ് എന്ന് മാത്രം പറയുകയുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട്. ഇത്രയും പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അവർ ചെയ്തെന്താ? അതിപ്പോൾ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ പ്രോസിക്യൂട്ടർ പുറത്തോട്ട് വന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൺവേർഷൻ നടന്നു, ട്രാഫിക്കിംഗ് നടന്നു, ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, പല തെളിവുകൾ എടുക്കാനുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് തിരിച്ചറിയാതെ അനൂപ് എന്ന് പറഞ്ഞ ഒരു നേതാവുമുണ്ട് കൂട്ടക്കൊന്ന് വേറൊരു വക്കീൽ, മലയാളി വക്കീൽ വന്നിട്ട് പറഞ്ഞു പ്രോസിക്യൂഷൻ ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല എന്ന്. മലയാളം അറിയാത്ത അടുത്തുനിന്ന വക്കീൽ പറഞ്ഞു ഒബ്ജക്റ്റ് ചെയ്തു എന്ന്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ആവശ്യം കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടലല്ല. കന്യാസ്ത്രീകളുടെ കേസിൽ BJP ഒബ്ജക്റ്റ് ചെയ്യില്ല എന്ന് അമിത്ഷാ പറഞ്ഞത് നടന്നു എന്ന് ജനങ്ങളെ അറിയിക്കണം. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം. നേരത്തെ ശങ്കുട്ടിദാസ് പറഞ്ഞതുപോലെ ഇവർ തെളിവ് നശിപ്പിക്കുമോ മറ്റേ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഒറ്റ വാക്ക് മതി. അതായത് ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ ബഡ്ഡിങ് സ്റ്റേജിലാണ്, ഇപ്പോൾ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒബ്ജക്ഷൻ അത് തന്നെയാണ്. കാരണം ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് തെളിവുകൾ ഞങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. ഈ സമയത്ത് ഇവർക്ക് ജാമ്യം കൊടുത്താൽ അപകടമാണെന്ന ആ വാക്കിൻ്റെ അർത്ഥം. ബഡ്ഡിങ് സ്റ്റേജിലാണ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള വാദം അവർ ഉന്നയിക്കരുത്. അവർ പറയേണ്ടത് ഇവർ കന്യാസ്ത്രീകളാണ്, തൽക്കാലം അവർക്ക് ജാമ്യം കൊടുക്കുന്നതിന് കഴിയില്ല, പക്ഷേ ഇൻവെസ്റ്റിഗേഷനോട് അവർ സഹകരിക്കാൻ പറയണം എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അവരുടെ കേസിനെ അവർ ഡിസോൺ ചെയ്യുന്നില്ല. കേസ് അവിടെ തന്നെ ഉണ്ട്, അതോടൊപ്പം തന്നെ ജാമ്യം കൊടുക്കാനും കഴിയും. ആ വാക്ക് ഇന്നേതായാലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കരുതുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന് ഞാൻ എൻ്റെ ഒരു മിനിറ്റ് എനിക്കും തരണം. കാരണം ഇതെല്ലാവരും ഇമോഷണലായിട്ട് നിൽക്കുന്നത് അവർ ഒരു മതത്തിൻ്റെയും ജാതിയുടെയും ഒന്നും പേരിലല്ല. ഈ കന്യാസ്ത്രീകളെന്ന് പറയുന്ന സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പഠിച്ചത് ഈ 15 വർഷം സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചു വന്നവരാ. എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ സഹോദരങ്ങളെല്ലാം അങ്ങനെ പഠിച്ചു വന്നവരാ. നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ. ഒരിക്കൽ പോലും ഒരു തവണ പോലും നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിലും ഒരു ഇൻ്റർഫറൻസ് അവരാരും നടത്തിയിട്ടില്ല. അവർ ജീവിതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളുകളാണ്. അങ്ങനെയാകുമ്പോൾ അമ്മമാരുടെ സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മാതാവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കുന്ന 2 ആളുകൾ ജയിലിൽ കിടക്കുന്നു. ഞാൻ മറ്റുള്ളവരെ കുറിച്ചൊന്നും പറയില്ല, കന്യാസ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്ത സേവനത്തിന് വേണ്ടി അവരകത്ത് കിടക്കുമ്പോൾ അവിടെ പോയി പൊളിറ്റിക്സ് ഒന്നും പറയട്ടെ, ആദ്യം അവർ പുറത്തിറങ്ങട്ടെ എന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ അമിത്ഷാ പറഞ്ഞിട്ടും ഒബ്ജക്റ്റ് ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യയിൽ അമിത്ഷാ നോ എന്ന് പറഞ്ഞാൽ നോയും, യേസ് എന്ന് പറഞ്ഞാൽ യേസും തന്നെയാണ്. അമിത്ഷാ അത് നിങ്ങളോട് പറഞ്ഞു ഒബ്ജക്റ്റ് ചെയ്യില്ല എന്ന്, പക്ഷേ ഒബ്ജക്റ്റ് ചെയ്യാനുള്ള തീരുമാനം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. സമയമേ ഉള്ളൂ. ഞാനൊന്ന് ഇദ്ദേഹം പറഞ്ഞത് മറുപടി പറയാനുള്ള അവസരം താങ്കൾക്ക് തരികയാണ്. ശങ്കുണ്ണിദാസ്, ഇതാ ഒരു പ്രോസിക്യൂട്ടർ ആയിരുന്ന അഭിഭാഷകൻ തന്നെ പറയുന്നു, താൻ തന്നെ ഫോർമലായിട്ടുള്ള ഒബ്ജക്ഷൻ പറയാതെ ജാമ്യത്തിന് കൺസീഡ് ചെയ്ത ചരിത്രമുണ്ട്, വേണമെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു, അന്വേഷണം ആരംഭഘട്ടത്തിലാണ്, ജാമ്യം നൽകുന്നതിന് ഞങ്ങളെതിരല്ല, പക്ഷേ കണ്ടീഷൻസ് വേണം എന്ന് മാത്രം പറയാമായിരുന്നു. അതെന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് നോക്കൂ, ഇത് വളരെ കൗതുകകരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാവനയിൽ തോന്നുന്ന ഓരോ വാചകങ്ങൾ എന്തുകൊണ്ട് ഇത് പ്രോസിക്യൂട്ടർ പറഞ്ഞില്ല എന്ന് ചോദിക്കുകയാണ്. മുഹമ്മദ് ഷാ പറയുന്നു ബെയിൽ മേ ബി ഗ്രാൻഡഡ് ബട്ട് സ്ട്രിഞ്ചന്റ് കണ്ടീഷൻസ് മേ ബി ഇമ്പോസ്ഡ് എന്ന് പറയാമായിരുന്നു എന്നാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തിട്ട് എന്താ എല്ലാ തിങ്കളാഴ്ചയും വന്നിട്ട് ഒപ്പിടണം എന്നുള്ളതാണോ കണ്ടീഷൻ ഒപ്പിവെക്കേണ്ടത്? അതോ 2 ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടി വെക്കണം എന്നാണോ കണ്ടീഷൻ ഇമ്പോസ് ചെയ്യേണ്ടത്? അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത്രയും വലിയ റിഗറസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്തു, കന്യാസ്ത്രീകൾക്ക് മേലെ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിച്ചു എന്നല്ലേ നിങ്ങൾ പറയുക? പിന്നെ അരുൺകുമാർ പറയുന്നത് എന്താ, ഇതൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ കേസ് കള്ളത്തിലാന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഈ കന്യാസ്ത്രീമാരെ വിചാരണയെ കൂടാതെ വെറുതെ വിടണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാവില്ലേ? ഒരു നിമിഷം അഡ്വക്കേറ്റ് ശങ്കുണ്ണിദാസ്, അങ്ങ് പറഞ്ഞത് ജാമ്യ വ്യവസ്ഥ സ്ട്രിഞ്ചന്റ് കണ്ടീഷൻ ആവുന്നതിനോട് എതിർപ്പുണ്ടാവുന്ന, അതൊന്നും അല്ല വിഷയം. ജാമ്യം ഫോർമലായിട്ട് കൺസീഡ് ചെയ്യാൻ പറ്റുമോ പ്രോസിക്യൂട്ടർക്ക് എന്നുള്ളതാണ് ചോദ്യം. താങ്കൾ പറഞ്ഞത് എന്താ? ചരിത്രത്തിൽ ഇന്നേ വരെ ഷോൺ ജോർജ് പറഞ്ഞത് എന്താ? അനൂപ് ആന്റണി പറഞ്ഞത് എന്താ? പ്രോസിക്യൂഷൻ ഇതേവരെ ജാമ്യം കൺസീഡ് ചെയ്ത ചരിത്രമില്ല. ഒരു ഫോർമൽ ഒബ്ജക്ഷൻ ഇല്ലാതെ കൺസീഡ് ചെയ്ത ചരിത്രമില്ല. അങ്ങ് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ?
സർ, വാട്ട് ഈസ് പ്രോസിക്യൂഷൻ? എന്താണ് പ്രോസിക്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോസിക്യൂഷൻ ഈസ് വൺ ഫോർ ദ കേസ്. ആരാണ് ആ കേസ് പ്രസ് ചെയ്യുന്നത്, ആരാണ് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അയാളാണ് പ്രോസിക്യൂഷൻ. നിങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ബെയിൽ കൊടുക്കുന്നതിൽ എതിർപ്പില്ല, നിങ്ങൾക്ക് ഈ കേസ് തന്നെ തള്ളുന്നതിൽ എതിർപ്പില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോസിക്യൂഷൻ അല്ല. പിന്നെ നിങ്ങൾ ആ പറയുന്ന പദവിയോട് നിങ്ങൾ നീതി പുലർത്തിയിട്ടില്ല. നിങ്ങൾ എന്താ പ്രതിഭാഗത്തിനോട് കൂടി ചേർന്നിട്ട് നിങ്ങൾ ജാമ്യം കൊടുക്കുന്നതിന് എതിർപ്പില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് വളരെ മോശമായിട്ടുള്ള കീഴടക്കാന്നേ പറയാൻ പറ്റുള്ളൂ. ഒരാള് നല്ല പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരു അഭിഭാഷകൻ തന്നെ നമ്മളോട് പറയുന്നു, ഇങ്ങനെയല്ല അത് പ്രസ് ചെയ്യേണ്ടിയിരുന്നത്. ജാമ്യം കൊടുക്കണമെങ്കിൽ പ്രോസിക്യൂഷന് ആദ്യം തന്നെ ഈ കേസിൽ ജാമ്യം അനുവദിക്കാവുന്നതാണ് എന്ന് പറയാം. അന്വേഷണ ഘട്ടത്തിലാണെങ്കിലും ജാമ്യം അനുവദിക്കാവുന്നതാണെന്ന് പറയാം. അങ്ങനെ പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധി കേസുകളുണ്ടെന്ന് ഒരു പ്രോസിക്യൂട്ടർ ആയിരുന്ന അഭിഭാഷകൻ തന്നെ പറയുന്നു. താങ്കൾക്ക് ഒബ്ജക്ഷൻ ഉണ്ടോ? എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. ഞാൻ പഠിച്ചു വന്നിട്ടുള്ള കളരിയിൽ നമുക്ക് യാതൊരു എതിർപ്പും പറയാനില്ലാത്ത ഗ്രൗണ്ടിൽ സിലബസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അത് മുഹമ്മദ് ഷാ കൂടുതൽ ഫയലുകൾ അയച്ചു തരും. മുഹമ്മദ് ഷാ ഫയലുകൾ അയച്ചു തരും. ഇത് ഞാൻ മറ്റതിഥികളിലേക്ക് കൂടി ഒന്ന് പോയി വരാം. എനിക്ക് CPM പ്രതിനിധിയിലേക്ക് മുഹമ്മദ് ഷാ പറയുന്നതാണ് കൂടുതൽ ശരി എന്നുള്ളതാണ്. അല്ല, അദ്ദേഹം പ്രോസിക്യൂട്ടർ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ട്, താങ്കളുടെ കയ്യിൽ തെളിവില്ല. താങ്കൾ പഠിച്ച കളരിയിൽ സിലബസ് അത്രയേ ഉള്ളൂ. ശരി അല്ല, താങ്കളൊരു ബഡ്ഡിംഗ് ലോയർ ആണ്. ഞാൻ താങ്കളെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെടുത്തുകയില്ല. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുടെ അനുഭവത്തിൽ പറയുന്നതാണ്. തെളിവ് നിങ്ങൾ കണ്ടോ? അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവ് നിങ്ങൾ കണ്ടോ? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഒബ്ജക്ഷൻ പറയാൻ പറ്റാത്ത മുഹമ്മദ് ഷാ ആധികാരികമായി മുഹമ്മദ് ഷാ പറയുകയാണോ അതോ ഈ ചർച്ചയ്ക്ക് വേണ്ടി കള്ളം പറയുകയാണോ? ഒറ്റ വാക്കിൽ പറയും. മുഹമ്മദ് ഷാ എന്ത് പറഞ്ഞാലും അത് ആധികാരികമാണ്. മുഹമ്മദ് ഷാ എന്ത് പറഞ്ഞാലും അത് ആധികാരികമാണ്. ഞാനിനി രേഖ ഉയർത്തിപ്പിടിച്ച് സംസാരിച്ചാലും അത് വാദമാണ്. അങ്ങനെയാണല്ലോ. പ്രോസിക്യൂട്ടർ ആയിരുന്ന ഒരാൾ അയാളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് പ്രോസിക്യൂട്ടറെ കുറിച്ച് പുറത്തു നിന്നൊരാൾ പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മാത്രമേ ചൂണ്ടിക്കാണിച്ചുള്ളൂ. അങ്ങനെ ഒരു ചരിത്രമുണ്ടെന്ന് മുഹമ്മദ് ഷാ പറയുന്നു. താൻ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് മുഹമ്മദ് ഷാ പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. ഫസ്റ്റ് പേഴ്സൺ ആണ് അദ്ദേഹം അത് പറയുന്നത്. വളരെ ബയസ്ഡ് ആയിട്ടുള്ള ഒരു ജൂറിക്ക് മുന്നിലാണ് ഇരിക്കുന്നത് എന്നുള്ള നല്ല ധാരണ എനിക്കുണ്ട്. നമ്മുടെ മുമ്പിൽ വസ്തുതകളാണുള്ളത്. വസ്തുതകൾ പക്ഷം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ പക്ഷത്തേക്ക് പോകും. വസ്തുതകൾ ഒരു പക്ഷം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആ പക്ഷത്തേക്ക് പോകും. അത്രേ ഉള്ളൂ. ഇല്ല, നമ്മൾ ഇതിനു മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ ശങ്കുട്ടിദാസ്. അപ്പോഴെല്ലാം വസ്തുതകളോടൊപ്പമായിരുന്നു ഞാൻ. പല ഘട്ടങ്ങളിലും ശങ്കുട്ടിദാസിനോടൊപ്പവും നിന്നിട്ടുണ്ട്. വസ്തുതകൾ ശങ്കുട്ടിദാസിന് അനുകൂലമാകുമ്പോൾ ഇപ്പോൾ വസ്തുതകൾ തിരിച്ചായതുകൊണ്ടാണ് ഞാൻ ഈ നിലപാടെടുക്കുന്നത്. ഞാൻ CPM പ്രതിനിധിയിലേക്ക് ഒന്ന് പോകുന്നു. അഡ്വക്കേറ്റ് A. മാരിഫ്, ഇപ്പോൾ BJP ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് കന്യാസ്ത്രീകൾക്കു വേണ്ടി നിലപാടെടുത്തു പ്രോസിക്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിന് അനുകൂലമായ നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്, മറിച്ചുള്ള പ്രചരണങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമിത്ഷാ പറഞ്ഞു, ഛത്തീസ്ഗഡിലെ സർക്കാർ കേട്ടു, പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തില്ല എന്നതാണ് BJPയുടെ വാദം. അഡ്വക്കേറ്റ് A. മാരിഫ്, നാളെ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അതും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ ഇടപെടലിൻ്റെ ഭാഗമായി എന്ന് BJP ചിത്രീകരിക്കും. അഡ്വക്കേറ്റ് A. മാരിഫ്. എൻ്റെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് കോർട്ട് പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ സംശയം തോന്നുകയാണ്. കാര്യം വെച്ചാൽ ഞാൻ 1992 മുതൽ ഏതാണ്ട് 2006 വരെ മജിസ്ട്രേറ്റ് കോടതിയിലും അതുപോലെ സെഷൻസ് കോടതിയിലും ജില്ലാ കോടതിയിലും പ്രാക്ടീസ് നടത്തിയിട്ടുള്ള അഭിഭാഷകനാണ്. നിരവധി തവണ നോൺ ബെയിലബിൾ ഒഫൻസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ഒരു ചെറിയ അഭിഭാഷകനാണ് ഞാൻ. ആ സന്ദർഭങ്ങളിലെല്ലാം പ്രോസിക്യൂട്ടറുടെ ഔദാര്യത്തിലാണ് മിക്കവാറും ജാമ്യം കിട്ടുക. അതല്ലാതെ ട്രയൽ സ്റ്റേജിലല്ലോ. നമ്മൾ ബെയിൽ സ്റ്റേജിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് പ്രോസിക്യൂട്ടറെ സ്വാഭാവികമായും പല കേസുകളിലും പ്രോസിക്യൂട്ടർ ഞങ്ങൾ ഉന്നയിക്കുന്ന വാദഗതികൾ ശരിയാണ് എന്ന് പ്രോസിക്യൂട്ടറെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ സ്ട്രിക്റ്റ് കണ്ടീഷൻ ഓർ സ്ട്രിഞ്ചന്റ് കണ്ടീഷൻ മേ ബി ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൺസീഡ് ചെയ്യാറുണ്ട് കോടതിയിൽ. പ്രോസിക്യൂട്ടർ അങ്ങനെ കൺസീഡ് ചെയ്ത് ധാരാളം കേസുകളിൽ ജാമ്യം എടുത്തിട്ടുള്ള ഒരു അഭിഭാഷകനാണ് ഞാൻ. അപ്പോൾ ഇവിടെ നോൺ ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് ആ ഒഫൻസിന് ഇവിടുത്തെ എവിഡൻസിനെ ടാമ്പർ ചെയ്യാൻ അവർ ശ്രമിക്കുന്നവരായിട്ട് ഇല്ല, അങ്ങനെ ഒരു വാദമില്ല. ഇവർ സ്ഥലം വിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുന്നതിന് അവർ നിയമത്തെ അനുശാസിക്കുന്നതിന് അനുസരിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്തവരാണ്.
ഏത് കാരണവശാലും അവർ നിയമത്തെ അനുസരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് മറ്റൊരു തരത്തിലുള്ള ഇവരുടെ അറസ്റ്റ് സമയത്തോ അറസ്റ്റിന് ശേഷമോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അനിഷ്ട സംഭവങ്ങൾക്കോ ഇടവരാത്ത സാഹചര്യത്തിൽ ഇവർക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൺസീഡ് ചെയ്യാം. അങ്ങനെ കൺസീഡ് ചെയ്ത് 100 നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ പോലെ ഇത് കിട്ടുമല്ലോ. കേസ് ലോസ് റിപ്പോർട്ടഡ് ഇൻ ദി പ്രോസിക്യൂഷൻ കൺസീഡഡ് എന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ നമ്മുടെ വിവിധ ഹൈക്കോടതികളിൽ കിട്ടും, അതുപോലെ സുപ്രീം കോടതിയിൽ കിട്ടും. നിരവധി ഇതുണ്ട്. ബെയിൽ ഈസ് എ റൈറ്റ്. അത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ഒന്നാണ് ബെയിൽ. അത് നോൺ ബെയിലബിൾ ഒഫൻസിലാണെങ്കിൽ പോലും അതിനകത്ത് വ്യവസ്ഥകളുണ്ട്. ഇപ്പം 90 ദിവസത്തിനകം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ 91ാമത്തെ ദിവസം മജിസ്ട്രേറ്റ് കോടതിയിൽ നോൺ ബെയിലബിൾ ഒഫൻസിൽ നമ്മൾ പ്രതിയോട് ചോദിക്കും നിങ്ങൾക്ക് ജാമ്യക്കാരുണ്ടോ എന്ന്, കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ. അത് റൈറ്റാണ്, പ്രതിയുടെ റൈറ്റാണ്. ആ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കൂടി നൽകുന്ന റൈറ്റാണ്. അതനുസരിച്ച് പോലും അർഹതപ്പെട്ടിട്ടുള്ള ബെയില് അവകാശപ്പെട്ടിട്ടുള്ള ഇത്തരം ധാരാളം കേസുകളുണ്ട്. ഇവിടെ വളരെ വ്യക്തമായി പ്രോസിക്യൂഷൻ അമിത്ഷാ പറഞ്ഞിരിക്കുന്നു, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ് രാജ്യത്തെ MP-മാരോടുള്ള ഉറപ്പ് കൊടുത്തതനുസരിച്ച്, രാഷ്ട്രീയ നേതൃത്വത്തോടും സമൂഹത്തോടും കൊടുത്ത ഉറപ്പനുസരിച്ച് ഇവരെ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രി, ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കോ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ പാസ് ചെയ്യും പ്രോസിക്യൂട്ടർക്ക്. ആ പ്രോസിക്യൂട്ടർ അതനുസരിച്ച് കൺസീഡ് ചെയ്യും. കൺസീഡ് ചെയ്യുന്നതിന് നിയമപരമായി ഒരു തടസ്സവും ഇല്ല. അദ്ദേഹം പറയുന്ന പോലെ ഒരു ഫോർമൽ ഒബ്ജക്ഷൻ എന്നല്ല. പ്രോസിക്യൂഷൻ അവരുടെ കേസ് ട്രയൽ സ്റ്റേജ് വരെ വാദിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ജാമ്യത്തിൽ കൺസീഡ് ചെയ്ത് പോയാൽ അതിന്റെ അർത്ഥം പ്രോസിക്യൂഷൻ കേസിൽ നിന്ന് പിന്മാറിയെന്നാണോ? അല്ലല്ലോ. പ്രോസിക്യൂഷൻ കേസിൽ നിന്ന് പിന്മാറിയെന്നല്ല. ട്രയൽ സ്റ്റേജിൽ നിങ്ങൾ ശക്തമായി നിങ്ങളുടെ കേസിനനുസരിച്ച് വാദിച്ചോ, പ്രോസിക്യൂട്ടർ വാദിച്ചോ, അതിനൊന്നും തർക്കമില്ല. അത് അന്നേരം ട്രയൽ സ്റ്റേജിൽ വെച്ച് നോക്കാം. ഇപ്പോൾ ജാമ്യം കൊടുക്കുന്നതിന് യാതൊരുവിധ നിയമപരമായ തടസ്സവും ഇല്ല. ധാരാളം നോൺ ബെയിലബിൾ കേസിൽ ജാമ്യം എടുത്തിട്ടുള്ള ഒരു അഭിഭാഷകൻ എന്ന നിലയിലാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്താ പറയുക, അദ്ദേഹം പറഞ്ഞ സത്യസന്ധമായി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നവരുടെ ഫീലിംഗ് അല്ല ഛത്തീസ്ഗഡിലുള്ള കറക്റ്റാണ്. സെഷൻസ് കോടതിയുടെ മുൻവശത്ത് ഇന്നലെ ആഹ്ലാദ പ്രകടനം നടന്നു. ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ TTയുടെ വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ ഓടിയെത്തിയ ഈ ആൾക്കൂട്ട കലാപകാരികൾ അവരെ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, പത്രങ്ങളിലെല്ലാം മാധ്യമങ്ങളിലെല്ലാം കണ്ടില്ലേ. ജാമ്യം തള്ളി എന്ന് വന്നപ്പോൾ അവർ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. ആ ആഹ്ലാദ പ്രകടനം നടത്തുന്ന ടീമിനെ ആണ് അവർ ആശ്രയിക്കുന്നത്. കാരണം അവിടുത്തെ ഗവൺമെന്റിനും അവിടുത്തെ പ്രോസിക്യൂട്ടർക്കും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഇവരൊരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് അവരുടെ ഇത്. ആരെല്ലാം പറഞ്ഞാലും അത് അമിത്ഷാ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലെങ്കിൽ അവരോട് അദ്ദേഹം ഇവിടെ പറഞ്ഞ പോലെ അമിത്ഷാ പറയുകയാണ് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും. ഞാൻ അമിത്ഷായുടെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കേസ് വിചാരണ നടത്തിയ ജഡ്ജിയുടെ അനുഭവമൊക്കെ അറിയാവുന്ന ജഡ്ജിമാരാണ് നമ്മുടെ രാജ്യത്ത് ഇരിക്കുന്നവർ. അതൊക്കെ പോട്ടെ, ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്കും ഡോക്ടർ അരുണും അറിയാമല്ലോ അതിന്റെ വിശദാംശങ്ങളിലേക്ക്. ലസ്റ്റിൻ ലോയുടെ ഒക്കെ കഥകളൊക്കെ ഇപ്പൊ വഴിച്ച് ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിലവന്റ് അല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അത് റിലവന്റ് ആണ്. എന്നിരുന്നാൽ പോലും അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അമിത്ഷാ ഒരു വാക്ക് പറഞ്ഞാൽ ഇന്ത്യയുടെ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിയാണ് ഒരു കേസിനെ സംബന്ധിച്ച് ഉറപ്പ് കൊടുക്കുന്നത്. ആ ഉറപ്പ് പാലിക്കപ്പെടാൻ പോലും കഴിയാത്ത വിധം അത്ര കണ്ട് ഈ സഭാവസ്ത്രധാരികളെ, ഞാൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും കഷ്ടപ്പെടുന്നവരും നിന്ദിതരും പീഡിതരുമായിട്ടുള്ള ജനതയുടെ രക്ഷകനായ ക്രിസ്തുദേവന്റെ വഴിയിലൂടെ സഞ്ചരിച്ചതാണവർ. ഞാനും ഇതുപോലെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞാനും ഒരു ക്രിസ്തീയ വിദ്യാലയത്തിൽ പഠിച്ചതാണ്. ആലപ്പുഴ യുവതട്ടിൽ പഠിച്ചാണ്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മദർ തെരേസ, ലോകാരാധ്യായ മദർ തെരേസയെ കാണാനും അവരുടെ സംസാരം കേൾക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞങ്ങളൊക്കെ. അവരൊക്കെ ഈ നാട്ടിൽ അവരെ കുറിച്ചൊക്കെ ചില അധ്യാപകർ എന്ന് പറയാവുന്ന അറിയാൻ പാടില്ല, നമ്മുടെ നാട്ടിൽ വിഷം കലക്കുന്ന ചില ടീച്ചർമാർ എന്തെല്ലാമാണ് ആ ലോകാരാധ്യയായ മദർ തെരേസയെ കുറിച്ച് പോലും പറഞ്ഞു പരത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പരത്തി വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് വെറുപ്പ് ജനങ്ങളിലേക്ക് പകർന്നു കളിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അവർ ഈ സഭാവസ്ത്രവും കുരിശും ബൈബിളും എല്ലാം കാണുമ്പോൾ അവര് ആകെ മതം പൊട്ടി അക്രമകാരികളായി മാറുകയാണ്. അതിന്റെ ഫലമായി കാണുന്നത്. അവരെ ഇനി നിയന്ത്രിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. അതുകൊണ്ടാണ് ബെയിലിനെ ഫോർമലായി ഒബ്ജക്റ്റ് ചെയ്തു എന്ന് വളരെ സോഫ്റ്റും സോഫ്റ്റിക്കേറ്റഡ് ആയിട്ടും പറയുകയില്ല, മറിച്ച് ഇത് കൊടുക്കരുതെന്ന ആഗ്രഹമാണ് പ്രതിഫലിച്ചത്. അല്ലെങ്കിൽ സ്ട്രിക്റ്റ് അല്ലെങ്കിൽ സ്ട്രിഞ്ചന്റ് കണ്ടീഷൻ മേ ബി ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് അനുവദിക്കാമായിരുന്നു. അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. നാളെ ഒരു നാൾ കൂടി നീട്ടിക്കിട്ടുമ്പോൾ 9 നാളുകൾ ജയിലിൽ കഴിയുന്നു ഈ 2 കന്യാസ്ത്രീകൾ എന്നുള്ളതാണ് നമ്മളുടെ മുൻപിലുള്ള യാഥാർത്ഥ്യം.
നേരത്തെ അഡ്വക്കേറ്റ് എം ആരിഫ് പറഞ്ഞതുപോലെ, മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ, സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ച രണ്ട് വയോധികരാണ് ഈ ജയിലിൽ കിടക്കുന്നത്. ഞാൻ കുറച്ച് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണിക്കാം. അവരുടെ പ്രവൃത്തി എന്തായിരുന്നു? വ്യക്തിപരമായ പരിചയമുള്ളതാണ് പ്രീതി സിസ്റ്റർ. പ്രീതി സിസ്റ്റർ നേരിട്ട് പരിചയമുണ്ട്. ഓക്കെ, അവർ എന്താണ് ചെയ്തിരുന്നത് എന്നതിന്റെ ചില ദൃശ്യങ്ങൾ കൂടി ഞങ്ങൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. നിരാലംബരായ മനുഷ്യരുടെ ഒപ്പം, കുഷ്ഠരോഗികൾക്കൊപ്പം, പട്ടിണിപ്പാവങ്ങൾക്കൊപ്പം അവർക്ക് പ്രാർത്ഥനയും സഹായവും വൈദ്യസഹായവുമായി എത്തിയ മനുഷ്യരാണ് ഈ രണ്ട് കന്യാസ്ത്രീകളും. അവരുടെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭരണകൂടം ചെല്ലാൻ മടിക്കാത്ത ഇടങ്ങളിൽ, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട MLA യും MP യും ഇപ്പോൾ കോടതി പരിസരത്ത് വന്ന് ഈ കന്യാസ്ത്രീകളെ പുറത്തുവിടരുതെന്ന് ആക്രോശിച്ച് ആഘോഷം നടത്തുന്ന ബജരംഗൾ പ്രവർത്തകരും തിരിഞ്ഞു നോക്കാത്ത ഇടങ്ങളിൽ, ആദിവാസികളുടെ ഉന്നതികളിൽ പോയി അവരെ സംരക്ഷിക്കുകയും അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും കുഷ്ഠരോഗികളായ നിരാലംബരായ മനുഷ്യരുടെ കണ്ണീരൊപ്പുകയും ചെയ്ത രണ്ട് വയോധികരായ കന്യാസ്ത്രീകൾ. അവരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കെന്നഡി കരിമ്പിൻകാല, അങ്ങ് ഈ ദൃശ്യങ്ങൾ കാണണം. എന്താണ് ഈ കന്യാസ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയണം. ഈ സഭയിലും ഈ വിശ്വാസത്തിലും താങ്കൾ പെട്ടുവെന്നതിൽ താങ്കൾക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. പക്ഷേ താങ്കളോ ഒരുപക്ഷെ മറ്റു ചില ആളുകളോ സഭയിൽ എടുത്തിരിക്കുന്ന നിലപാട് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിലേക്ക് പരോക്ഷമായിട്ടുള്ളൊരു കാരണമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ കന്യാസ്ത്രീകളെ പുറത്തുവിടാൻ കഴിയാത്ത അവസ്ഥയിലിരിക്കുകയാണ്. 8 ദിവസമായി കൊടും കുറ്റവാളികൾക്കൊപ്പം 53 പേർക്കൊപ്പം ദുർഗിലെ ജയിലിൽ കഴിയുകയാണ് നമ്മുടെ 60 വയസ്സ് പിന്നിട്ട പ്രീതി സിസ്റ്ററും വന്ദന സിസ്റ്ററും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിൽ കാണുന്നത്. കെന്നഡി കരിമ്പിൻകാല, എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്? സഭയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത് പോലെ, പുരോഹിതരൊക്കെ പറയുന്നത് പോലെ നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണോ നമുക്ക്? കെന്നഡി കരിമ്പിൻകാല. അരുൺകുമാർ, ഞാൻ സഭയുമായി വളരെ കുഞ്ഞുനാൾ മുതൽ അടുത്ത് പ്രവർത്തിച്ചു വരുന്നതാണ്, പ്രത്യേകിച്ച് കന്യാസ്ത്രീകളുമായി. കാരണം കുഞ്ഞുനാളിലൊക്കെ ഈ ഓൾട്ടർ ബോയ് എന്ന് പറയും, അൾത്താര ബാലൻ, ഈ പുരോഹിതരെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന വളരെ കുഞ്ഞു പ്രായത്തിൽ, ഏതാണ്ട് 8 വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതൽ ഞാനാണ് കന്യാസ്ത്രീകളെ രാവിലെ കോൺവെൻറ്റിൽ ചെന്ന് 4:30 വിളിച്ചെഴുതേപ്പിക്കുന്നത്. അത്രേ അടുപ്പമുള്ളൂ. അതുകൊണ്ട് എനിക്ക് വളരെ ആത്മബന്ധം ഈ കന്യാസ്ത്രീ മഠവും കന്യാസ്ത്രീ വൃത്തിയുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അവരുടെ എല്ലാ രീതികളും നന്നായി അറിയാം. അരുൺ ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, വൺ ഓഫ് ദ ഹൂളിഗൻസ്, അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളിൽ ഒരു സ്ത്രീ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ഇടിക്കുമെന്ന് പറയുമ്പം നമ്മളെ കന്യാസ്ത്രീയുടെ മുഖം നമുക്കൊരു വശത്തൂടെ കാണാം, അക്ഷോഭ്യായി. അതെ ആ സ്ത്രീ അങ്ങനെ ചെയ്യുമ്പോൾ ആ കന്യാസ്ത്രീയുടെ മുഖം ശ്രദ്ധിച്ചോ, എന്ത് ആത്മവിശ്വാസത്തോടെയാണ് കൂളായിട്ടിരുന്ന് ഫേസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അവരൊക്കെ അത്തരത്തിലുള്ള ഒരു എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയും ഇതിനേക്കാളൊക്കെ അപ്പുറത്തിലൂടെ കടന്നു വന്നവരാണ്. അവർക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്തു, ഒരാഴ്ച ജയിലിൽ കിടന്നു, അവരോട് നെഞ്ചത്തടിച്ച് നിലവിളിക്കൊന്നും കരുതണ്ട, അവരത് ഭാഗ്യമായി കരുതും എന്ന് ഞാൻ കരുതട്ടെ. അങ്ങനെ കരുതുന്നതാണ് ഇത് ശരി. കാരണം അവർ സമർപ്പണത്തിന് ഇറങ്ങിയതാണ്. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. ഞാൻ 1-2 വിഷയങ്ങളൊന്ന് അവതരിപ്പിച്ചോട്ടെ അരുണെ. ഇപ്പോൾ ഇവിടുന്ന് ഇത്തരം ഒരു വിഷയമുണ്ടായി, നമുക്ക് ഇത്തരം ഒരു വലിയ ഒരു ജഗപൊകയൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതിൻ്റെ പ്രധാന കാരണം 2 കന്യാസ്ത്രീകൾ അകത്തുപോയതൊന്നും അല്ല എന്നുള്ളത് സത്യസന്ധമായി സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. 2 കന്യാസ്ത്രീകൾ അകത്തുപോയാൽ ഇവിടെ ഞെട്ടുകയും നെഞ്ചത്തടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് വെറുതെ അഭിനയമാണ്. ഇതൊന്നുമല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി സംതിങ് റിലേറ്റഡ് ടു പൊളിറ്റിക്സ്. ഇതെല്ലാം പൊളിറ്റിക്സാണ്, രാഷ്ട്രീയമായി ബന്ധപ്പെട്ടാണ് ഈ നിലവിളിയും നെഞ്ചത്തടിയും ഒക്കെ. ഇവിടുന്ന് കോൺഗ്രസ്സുകാർ കെട്ടിയെടുത്ത് ഛത്തീസ്ഗഡിലോട്ട് പോയല്ലോ. അവിടുത്തെ കോൺഗ്രസിനെ കൊണ്ട് ഒന്ന് എതിരൊരു പ്രസ്താവന ഇറക്കിക്കാൻ നമുക്ക് കഴിഞ്ഞോ? കോൺഗ്രസ്സുകാർ ഇവിടുന്ന് കെട്ടിയെടുത്ത് പോയത് എന്തിനാ? അവിടുത്തെ, ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയോ, അവിടുത്തെ അവിടുത്തെ PCC പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. നിർബന്ധ മതപരിവർത്തനങ്ങൾ ഇവിടെ ഉണ്ടെന്നും അത് തടയാനാണ് കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ മതപരിവർത്തനം നിയമം ഇവിടെ കൊണ്ടുവന്നുവെന്നും PCC പ്രസിഡന്റ് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനായി കോൺഗ്രസ് സർക്കാർ ഇങ്ങനെ പറയുന്നത്? ഒരു ആദിവാസികൾ, ഇന്ത്യയിലെ ഏറ്റവും ഹൈലി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇത്തരം ഒരു കേസ് വന്നാൽ അതിൻ്റെ സ്വാഭാവിക നടപടിക്രമത്തിലോട്ട് പോകുന്നു. അതവർ സർക്കാരുകൾ അവിടെ നിലവിലുള്ള നിയമം അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണു. എത്രയും പെട്ടെന്ന് ഇറങ്ങി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവരുടെ എല്ലാം ഇതിനകത്ത് ബന്ധപ്പെടുന്നതും സ്റ്റേറ്റ്മെൻറ്റുകളും ഒന്നും ആത്മാർത്ഥതയോടെ കാണാൻ കഴിയില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ BJPയെയും തള്ളുകയാണ്. കാരണം കേരളത്തിലെ സ്ഥിതി ഒന്ന് നോക്കൂ. സംഘപരിവാറിലെ സംഘടനകൾ, പ്രധാനപ്പെട്ട സംഘടനകളിലെ ചില നേതാക്കളുടെ സ്റ്റേറ്റ്മെന്റുകൾ ഇന്നലെയും ഇന്നുമായിട്ട് വന്നിട്ടുണ്ട്. കന്യാസ്ത്രീകളും മാവോയിസ്റ്റുകളുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണമെന്ന് ഒരു നേതാവ് പറയുമ്പോൾ വേറൊരു നേതാവ് സഭയിലെ പിതാവിന്റെ പേരെടുത്ത് പറയുന്നു, ബിഷപ്പ് പാംബ്ലാനി ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. വേറൊരാൾ പറയുന്നു
കന്യാസ്ത്രീകൾക്കും പുരോഹിതർക്കും പണ്ടുകാലം മുതലേ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാ പണി. ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റുകളുമായി സംഘപരിവാറിലെ BJP ഇതര സംഘടനകളുടെ നേതാക്കൾ രംഗത്ത് വരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. BJPക്ക് ഇന്ന് പുതിയൊരു ടീം നിലവിൽ വന്ന സമയമാണ്. ഡോക്ടർ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ ടീമിനെ പ്രഖ്യാപിച്ചതിൽ ഒരു മാറ്റം അരുണും എന്നെ കേൾക്കുന്ന പ്രേക്ഷകരും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അനൂപ് ആന്റണി ജനറൽ സെക്രട്ടറിയും ചാക്കോച്ചൻ ഷോൺ ജോർജ് വൈസ് പ്രസിഡന്റുമാണ്. നിലവിലുണ്ടായിരുന്ന ഒരു ഘടനയ്ക്ക് വലിയ മാറ്റത്തോടു കൂടിയാണ് BJPയുടെ നേതൃത്വം നിലവിൽ വന്നിരിക്കുന്നത്. അത് മുന്നോട്ട് പോകാൻ ഇവിടെ ആരൊക്കെയോ ഇഷ്ടപ്പെടുന്നില്ല. അതിനെ ചൂട്ടുപിടിക്കാൻ ഈ ചില സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നു. ശരി, കെന്നഡി കരിമ്പക്കാരന്റെ ചോദ്യം, താങ്കൾ അടക്കം സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകൾ ഈ കന്യാസ്ത്രീകളെ ജയിലഴിക്കുള്ളിലാക്കാൻ പരോക്ഷമായിട്ട് കാരണമായിട്ടുണ്ടോ? ഈ കാര്യത്തിൽ ചില മനുഷ്യർക്കെങ്കിലും ഇവരൊക്കെ മതപരിവർത്തനം ചെയ്യുന്നവരാണ് എന്ന വ്യാഖ്യാനം വിശ്വസിക്കത്തക്ക രീതിയിലേക്ക് കൊണ്ടുപോകാൻ BJPക്ക് ഒരു സ്പേസ് കൊടുത്തത് താങ്കളടക്കമുള്ളവരുടെ നിലപാടുകളാണോ? അതിൽ താങ്കൾക്കൊരു കുറ്റബോധമുണ്ടോ ശ്രീ കെന്നഡി കരിമ്പിൻകാല? ഞാനിപ്പോൾ താങ്കളോട് പറഞ്ഞല്ലോ, ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഛത്തീസ്ഗഡിലെ PCC പ്രസിഡന്റ് പറയുന്നു, എൻഡോസ് ചെയ്യുന്നു. അതിനെ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ നിഷേധിക്കുന്നുണ്ടോ? അദ്ദേഹം അവിടെ നിന്ന് അവിടുത്തെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് കാണാത്ത കാര്യത്തെ ശരിയാണ്. അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നത് പോലും 7-ാം നാളിലാണ്. ഭൂപേഷ് ബാഗൽ ജയിലിൽ പോയിട്ട് പോലും കന്യാസ്ത്രീകളെ കണ്ടിട്ടില്ല. അതും ശരിയാണ്. എന്റെ ചോദ്യം അങ്ങയോടാണ്. കാസയാണെങ്കിലും ശരി, ക്രിസ്ത്യൻ കൗൺസിൽ ആണെങ്കിലും എടുത്ത നിലപാടുകൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കന്യാസ്ത്രീകൾക്കെതിരെ ഇപ്പോൾ നിലപാടെടുക്കുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കാൻ ഇടയാവുന്ന തരത്തിലേക്കുള്ള പ്രചരണം സംഘപരിവാർ നടത്തുന്നതിന് കാരണമായിട്ടുണ്ടോ? അതിലൊരു കുറ്റബോധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ തിരിച്ചറിയാൻ വൈകിയോ കേക്കുമായി എത്തിയവരെ? അതിനകത്ത് വലിയ അടിസ്ഥാനമില്ല അരുണെ. കാര്യം കന്യാസ്ത്രീകളും ഈ പറയുന്നവരും ഒക്കെ ഇന്നും ഇന്നലെ അല്ലല്ലോ ഈ പറയുന്ന ഏരിയകളിലൊക്കെ പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ സമ്മതിക്കാതിരിക്കുന്നില്ല. കാരണം സത്യസന്ധമായി സംസാരിക്കണം. ഈ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ മിഷണറി പ്രവർത്തനത്തിൻ്റെ ഒരു ഒരു റിസൾട്ട് എന്നുള്ള നിലയിൽ അവിടെ ചിലരെങ്കിലും കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ നോക്കിക്കോളൂ. നാഗാലാൻഡ്, സിക്കിം, മണിപ്പൂർ, ആ ബെൽറ്റ് മുഴുവൻ അവിടെ ശ്രദ്ധിച്ചോളൂ. 80%, 90% ക്രിസ്ത്യൻ ഡോമിനേഷൻ വന്നു കഴിഞ്ഞു. കൺവേർഷൻ നടന്നു കഴിഞ്ഞു. അത് കാണുന്ന ഈ പറയുന്ന ഈ എക്സ്ട്രീമിസ്റ്റുകൾക്ക് എന്താണ് അവർ മനസ്സിലാക്കുന്നത്? 2.24% ക്രിസ്ത്യൻ പോപ്പുലേഷൻ. ഇപ്പോൾ അത് 2.3% ആയിട്ടുള്ളൂ. 90% മതപരിവർത്തനം നടന്നിരുന്നെങ്കിൽ ഈ ജനസംഖ്യ കൂടണ്ടേ? അത് അതാ പറഞ്ഞത്. അപ്പോ എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റൊരു ന്യൂനപക്ഷം കൂടി, പ്രധാന ന്യൂനപക്ഷം കൂടി ഇന്ത്യയിലുണ്ട്. അവരെവിടെ നിൽക്കുന്നു എന്നും കൂടി നോക്കുക. ഞാൻ പേര് പറയുന്നില്ല, രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ വലിയ വ്യാപകമായ മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ പോപ്പുലേഷൻ ഇങ്ങനെ അല്ലല്ലോ ഉണ്ടാവേണ്ടത്. തീർച്ചയായും ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്. ഒരിക്കലും അങ്ങനെയല്ല വരേണ്ടത്. പക്ഷേ ആ ഒരു ഏരിയയിൽ കൺവേർഷൻ നടന്നിട്ടുണ്ട് എന്ന സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് തന്നെ നമുക്ക് കാണാവുന്നതാണ്. കാരണം പഴയ കാലം മുതൽ ഒരു ഏൻഷ്യൻ ടൈം മുതൽ അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷം. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ സിസ്റ്റമായ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ? മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെന്നും അവിടെ രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തിയിട്ടുണ്ടെന്നും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രീതി സിസ്റ്റം, വന്ദന സിസ്റ്റം മതപരിവർത്തനം നടത്തി എന്നല്ല അതിന് പറയുക. ഞാൻ അരുണെ, ഞാനൊരു കാര്യം പറയാം. അരുണിന് എന്നെയോ മറ്റാരെയോ സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്താം. ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അതാണ്. ലോകത്തെ സ്നേഹത്തിലൂടെ അടുപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്നേഹം പ്രസരിപ്പിച്ചാൽ ആരെങ്കിലും സ്വയം ആ സ്നേഹത്തിന് വഴങ്ങുന്നെങ്കിൽ അത് മതപരിവർത്തനം എന്ന് പറയാൻ കഴിയില്ല. കാരണം BJP പറയുന്നത് തെറ്റാണ്. പറയാൻ കഴിയില്ല. BJP മുഖ്യമന്ത്രി പറയുന്നത് തെറ്റാണെന്നാണ് താങ്കൾ പറയുന്നത്. ഒരു സംശയം വേണ്ട. ആ BJPക്ക് വേണ്ടി താങ്കളുടെ കൂടെയുള്ളവരോ നിലപാടെടുത്തതിൽ കുറ്റബോധമുണ്ടോ എന്നതായിരുന്നു എന്റെ ചോദ്യം. അത്തരത്തിലുള്ള ഒരു മീനിങ് അല്ല അതിന് കൊടുക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ തെറ്റ് ചെയ്തിട്ടേ ഇല്ല. അവർ സ്നേഹം പ്രസരിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ സ്നേഹത്തിന്റെ മുന്നിൽ ആരെങ്കിലും കീഴടങ്ങുന്നെങ്കിൽ അതൊരു തെറ്റേ അല്ല.
ഇന്ത്യയിലെ നിലവിലുള്ള ഒരു നിയമത്തിലും ആ തെറ്റുകാരായിട്ട് അവരെ കണക്കാക്കാനും കഴിയില്ല അരുണെ. ഇപ്പൊ നിലവിൽ ഈ ഛത്തീസ്ഗഡിലെ പ്രശ്നങ്ങൾ നിങ്ങളടക്കമുള്ള ആളുകൾക്ക് ഏറെക്കുറെ പൂർത്തീകരിച്ചുകൊണ്ടിരുന്ന ഒരു മിഷനെ അത് തളർത്തിയെന്ന് തോന്നുന്നുണ്ടോ? ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങൾക്കിടയിൽ BJP പ്രവർത്തകർക്ക് കുറച്ചൊക്കെ ഇടം കിട്ടി വരികയായിരുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിലുള്ള ഈ പ്രശ്നങ്ങൾ ഈ നീക്കത്തിനു തടസ്സമായിട്ടുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറച്ചു വെക്കാതെ മറുപടി പറഞ്ഞാൽ എനിക്ക് ശീലം. ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലെ മൊത്തം ക്രൈസ്തവരെന്ന് പറയാൻ കഴിയില്ലെങ്കിലും കത്തോലിക്കരുടെ ഇടയിൽ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭാ അംഗങ്ങൾക്കിടയിൽ വ്യാപകമായി തന്നെ ഒരു ട്രെൻഡ് രൂപപ്പെട്ട് വന്നിരുന്നു. BJPക്ക് അനുകൂലമായി, ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ തുടർച്ചയായുള്ള ഇത്തരം പെർസിക്യൂഷൻ, ഇത്തരം ചില നടപടികൾ വേദനിപ്പിക്കുന്നതോടൊപ്പം ഈ കേരളത്തിലെ സംഘപരിവാറിന്റെ സംഘടനാ നേതൃത്വത്തിന് ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദളിന്റെ ഭാഷയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അപകടത്തിൽ പോലും, അബദ്ധത്തിൽ പോലും ഒരു ക്രൈസ്തവന്റെ വോട്ട് താമരയ്ക്ക് വീഴരുത് എന്നല്ലേ അവരുടെ ലക്ഷ്യം? BJPയുടെ നേതൃത്വം അവരുടെ ഭാഷ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ തള്ളി പറയുന്നില്ല? അരുൺ നിങ്ങൾ പിതാക്കന്മാരെ കാണുന്നതിന് മുമ്പ് ഇവരെ തള്ളി പറയൂ. അതാണ് ആ ശബ്ദമാണ് നമ്മൾ കേട്ടത്. മുഹമ്മദ് ഷാ 30 സെക്കൻഡ്സ്. ശരി, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. എനിക്ക് മുഹമ്മദ് ഷായിലേക്ക് 30 സെക്കൻഡ്സ്. മുഹമ്മദ് ഷാ 30 സെക്കൻഡ്സ്. ഒരു വാട്സാപ്പ് ഇട്ടിട്ടുണ്ട് ഡോക്ടർ അരുണിന്, ഞാനൊരു വാട്സാപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളിത് NIA ആണ് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ EDയുടെ കേസിൽ കൺസീഡ് ചെയ്തതാണ്. സഞ്ജയ് സിംഗിന്റെ കേസിൽ സുപ്രീം കോർട്ടിൽ കൺസീഡ് ചെയ്ത ഓർഡർ ഉണ്ട്. അത് ഞാൻ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ മതി. അതായത് ഫോർമൽ ഒബ്ജക്ഷൻ ഇല്ലാതെ അതിനകത്ത് കൺസീഡ് ചെയ്തിരിക്കുകയാണ്. ജാമ്യം കൊടുക്കാമോ? ഒരു ഒബ്ജക്ഷനും ഇല്ല. The respondent directorate has no objection in case the appellant Sanjay Singh is released on bail during the pendency of the proceedings. Has no objection in case the appellant Sanjay Singh is released on bail during the pendency of proceedings, and in that circumstances bail is granted to Sanjay Singh. Okay. ശങ്കുടിദാസ്, ഞാൻ ആ ഓർഡർ ശങ്കുടിദാസിന് അയച്ചു തരേണ്ടതുണ്ടോ? ശങ്കുടിദാസ് ആ വാദത്തിന് കീഴടങ്ങുന്നുണ്ടോ? Direction has no objection in case the applicant Sanjay Singh is released on bail during the pendency of the proceeding എന്നുള്ളതാണ്. ഞാൻ അയച്ചു തരാം ശങ്കുടിദാസിന്. ഞാൻ സിസ്റ്ററിലേക്ക് ഒന്ന് പോകുന്നു. സിസ്റ്റർ, ഇന്ന് ജാമ്യം കിട്ടേ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആഭ്യന്തരമന്ത്രി അങ്ങനെ ഉറപ്പ് നൽകിയതായിട്ട് രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരും MP-മാരും ഒക്കെ പറയുകയും ചെയ്തു. ഇപ്പോൾ 8 ദിവസമാവുന്നു. നാളെ ആകുമ്പോഴേക്ക് 9 ദിവസമാകും. പ്രായാധിക്യമുള്ളവരാണ്, വയോധികരാണ്. ഇവർ ഇത്രയും ദിവസം ജയിലിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആശങ്കകൾ ഉണ്ടാവുന്നില്ലേ സിസ്റ്റർ അഡ്വക്കേറ്റ് മേരി ജോ? തീർച്ചയായും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ജയിലിലായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സങ്കടവും അതോടൊപ്പം തന്നെ ആശങ്കയും ഉണ്ട്. നിരപരാധികളും നിഷ്കളങ്കരുമായ ഞങ്ങളുടെ ഈ സഹോദരിമാർ ക്രൈം നമ്പർ 16/2025 ഈ കുറ്റത്തിലേക്കാണ്. അതായത് കുറ്റകൃത്യം നമുക്കറിയാം, ട്രാഫിക്കിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അറ്റ് ദ സെയിം ടൈം കൺവേർഷൻ. ഇത് ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി ഞങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ മേൽ ചുമത്തിയ അലിഗേഷൻസ് ആണ്. പിന്നെ ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വിചാരണയെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാനോ അംഗീകരിക്കുവാനോ സാധിക്കുന്നില്ല. കാരണം ഞങ്ങളെ ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് നന്മ ചെയ്യാൻ മാത്രമായിട്ടാണ്. എൻ്റെ ഏറ്റവും എളിയ സഹോദരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ക്രിസ്തുവിന്റെ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ശുശ്രൂഷാ രംഗങ്ങളിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഒരു സംശയം ചോദിക്കട്ടെ, ഒരുപക്ഷെ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നേരത്തെ കെന്നഡി കരിമ്പിങ്കാല അടക്കം പറഞ്ഞതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ്. അഡ്വക്കേറ്റ് മേരി ജോ ഫ്രാൻസിസ്, നിങ്ങൾ കുഷ്ഠരോഗികളെ പരിചരിക്കുന്നതിനുമപ്പുറം, അശരണരായ മനുഷ്യർക്ക് വൈദ്യസഹായം എത്തിക്കുന്നതിനുമപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള മതപരിവർത്തനത്തിന് നമ്മുടെ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സിസ്റ്റർ ഓഫ് ഗാർഡൻസ് എന്ന് പറയുന്ന നമ്മളുടെ സഭാ വിഭാഗത്തിലുള്ള കന്യാസ്ത്രീ സമൂഹം ശ്രമിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഞങ്ങൾ അങ്ങനെയുള്ള ചിന്തയിലേക്ക് പോലും ഞങ്ങൾ പോയിട്ടില്ല. ഞാനൊരു കാര്യം പറയാം. ഏകദേശം 70 വർഷത്തോളമായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ സുദീർഘമായി സേവനം ചെയ്തു വരികയാണ്.
ഇത്രയും നാളത്തെ ഞങ്ങളുടെ സേവനം ഞങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഞങ്ങൾ ആരെയും കൺവേഷൻ നടത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് അവർക്ക് നല്ല മൂല്യങ്ങൾ പകർന്നുകൊണ്ട് അവർക്ക് മനപരിവർത്തനത്തിലേക്ക്, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അവരെ നല്ല ചിന്തയിലൂടെ സമൂഹത്തിനും നാടിനും അഭിമാനമുള്ള വ്യക്തികളാക്കി ഉയർത്തുവാനുമുള്ള ഒരു ആഹ്വാനവും ഒരു സന്ദേശവുമാണ് ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളെല്ലാവരും ചെയ്യേണ്ടതാണ്. സഹജീവികളുള്ള സ്നേഹം ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യമാണല്ലോ സിസ്റ്റർ. താങ്ക് യു സിസ്റ്റർ പ്രതികരിച്ചത്. സിസ്റ്റർ, നാളെയെങ്കിലും നമുക്ക് ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷയുള്ളത്. നമ്മളും അങ്ങനെ തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത് സിസ്റ്റർ? 8 ദിവസം കഴിഞ്ഞു. ഈ 2 സിസ്റ്റർമാർക്കും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. ഈ അറസ്റ്റ് എന്ന് പറയുന്നത് ഭരണഘടനയുള്ള കടന്നുകയറ്റമാണെന്നും ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായി സംഭവിച്ചതാണെന്നും ഞങ്ങൾ ഉച്ചയിസ്തരം പറയുകയാണ്. ഈ മനോഹരമായ ഒരു ഭരണഘടന നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭരണഘടനയുടെ ഹാർട്ട് ആൻഡ് സോൾ എന്ന് പറയുന്നതാണ് പ്രിയാമ്പിൾ. We all know that we the people of India have been solemnly resolved to constitute വ്യക്തമാണ് സിസ്റ്റർ. ഭരണഘടനയാണ് വിചാരണ ചെയ്തത്, യഥാർത്ഥത്തിൽ സിസ്റ്റർമാരെയല്ല. അഴികളിൽ അടച്ചിരിക്കുന്നതും ഒരർത്ഥത്തിൽ ഭരണഘടനയിലെ സെക്കുലറിസമാണ്. ഞാൻ മാരിഫ് ഞാൻ അങ്ങ് അയച്ചു തന്ന വാട്സപ്പ് കണ്ടു. അഡ്വക്കേറ്റ് ശങ്കുണ്ണിദാസ് അത് അന്ന് രാവിലെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം തന്നെ പ്രോസിക്യൂഷൻ അത് എതിർത്തില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വളരെ വ്യക്തമാണ് അതിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല പ്രഭാവർമ്മ കേസ് ദ സ്റ്റേറ്റ് 1993 ഹൈക്കോർട്ടിലെ ഈ കേസിലും പ്രോസിക്യൂഷൻ ഫോർമലായ ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്തിട്ടില്ല. അവിടെ ബെയിൽ അനുവദിക്കുകയായിരുന്നു ആ ദിവസം തന്നെ. സ്റ്റേറ്റ് UP വേഴ്സസ് അമരാനി ത്രിപാഠി ഈ കേസിലും പ്രോസിക്യൂഷൻ്റെ ഒരു തരത്തിലുമുള്ള ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നില്ല. അവിടെയും ഡയറക്റ്റായിട്ട് ബെയിൽ ഗ്രാൻഡ് ചെയ്യുകയായിരുന്നു. ഫോർമലായ ഒരു ഒബ്ജക്ഷനും ഉണ്ടായിരുന്നില്ല. സഞ്ജയ് ചന്ദ്ര വേഴ്സസ് CBI കേസ് ഈ കേസിലും ഫോർമലായ ഒബ്ജക്ഷൻ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കേസുകൾ ഒരുപാടുണ്ട്, നമുക്കറിയാവുന്ന കേസുകളുണ്ട്. നമ്മളൊക്കെ തന്നെ പല രാഷ്ട്രീയ കക്ഷികളുടെയും കേസുകൾ പരിശോധിച്ചപ്പോൾ ഫോർമൽ ഒബ്ജക്ഷൻ റേസ് ചെയ്യാതെ തന്നെ കൺസീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശങ്കുണ്ണിദാസ് ആ വാദം നിൽക്കില്ല. ആ ഫോർമൽ ഒബ്ജക്ഷൻ താങ്കൾ പറഞ്ഞൊരു ഭാഗമാണ്. ഛത്തീസ്ഗഡിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് പറയാതിരിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമായിരുന്നില്ല. ആ സത്യസന്ധമായ കാര്യം നമ്മളങ്ങ് സമ്മതിച്ചാൽ പോരെ? എനിക്ക് ഒരു മിനിറ്റ് തരാമോ? 2 മിനിറ്റ് ശങ്കുണ്ണിദാസ്, ഞാൻ ഇടപെടില്ല. അവസ്ഥയിൽ പറഞ്ഞല്ലോ. ശരി, നിങ്ങൾ തന്നിട്ടുള്ള കേസിലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെന്റ് ഞാൻ വായിച്ചു. അത് ഡൽഹിയിലുള്ള മറ്റേ ED കേസുമായി ബന്ധപ്പെട്ട സഞ്ജയ് സിംഗിന്റെ ജാമ്യാപേക്ഷയാണ്. സഞ്ജയ് സിംഗ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന 2023 ഒക്ടോബർ 23 തീയതിയാണ്. അതിനുശേഷം 2024 ഏപ്രിൽ 2 സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ജാമ്യാപേക്ഷയിലാണ് ED പറയുന്നത് 180 ദിവസം കഴിഞ്ഞിട്ടുള്ള കേസിലാണ് പറയുന്നത് ജാമ്യത്തിൽ വിടുന്നോളി ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന്. ഫിറ്റ് ആൻഡ് പ്രോപ്പർ ഫോറത്തിന്റെ മുന്നിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ബെയിൽ അപ്ലിക്കേഷനിൽ ഫോർമൽ ഒബ്ജക്ഷൻ പറഞ്ഞ കേസാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ കേസ് കേൾക്കാൻ അധികാരപ്പെട്ട ഫിറ്റ് ആൻഡ് പ്രോപ്പർ ഫോറമായിട്ടുള്ള NIA കോടതിക്ക് മുന്നിൽ വന്ന ഫസ്റ്റ് ബെയിൽ അപ്ലിക്കേഷന്റെ മുകളിൽ ഫോർമൽ കൗണ്ടർ. അതായത് ഈ പറയുന്ന പ്രോസിക്യൂഷൻ വെഹിമെന്റ്ലി ഒപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ 100% സാധിക്കും. പ്രോസിക്യൂഷൻ സ്ട്രോങ്ലി ഒബ്ജക്ട് ചെയ്യാണ്, ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്. ജാമ്യം ഈ ഘട്ടത്തിൽ അനുവദിക്കുന്ന കേസിന്റെ അന്വേഷണത്തെ വളരെ ഗൗരവമായി ബാധിക്കും. ഇവർ സാക്ഷികളെ സ്വാധീനിക്കും, തെളിവില്ലാതാക്കും, ഇവർ നാട് വിട്ടു പോകും. എന്ത് വേണമെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ പറയാൻ കഴിയും. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? നാളെ ജാമ്യം കിട്ടുന്ന അറിയാം. നാളെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ഇളവ് കൊടുത്തോണ്ടൊന്നും അല്ല. പ്രോസിക്യൂഷനെ എതിർത്ത് കഴിഞ്ഞിട്ടും ഈ പറയുന്നത് പോലെ പ്രോസിക്യൂഷനെ എതിർത്തിട്ടും അതിന്റെ അപ്പുറത്ത് കൂടെ കോടതിയുടെ മേലെ കൂടെ എന്തോ ഇടപെടൽ വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം മാത്രമാണ്. ഈ മറ്റേ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ കോൺഗ്രസിന്റെ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ദീപക് ബെയ്ജ് പറഞ്ഞത് ഈ കാര്യത്തിൽ ന്യായമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടി മാത്രമേ നടന്നിട്ടുള്ളൂ, അവിടെ കൺവെൻഷൻ നടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ അവിടെ പങ്കെടുത്ത സമയത്ത് ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ നിന്ന് 4 രാജ്യസഭാ MP കോൺഗ്രസിനുണ്ട്, 1 ലോക്സഭാ MP ഉണ്ട്. ഈ പറയുന്ന 5 പേരും ഈ പ്രകടനങ്ങളുടെ ഒന്നും ഭാഗമായി പങ്കെടുത്തിട്ടില്ല. ഭൂപേഷ് ബാഗൽ ജയിലിൽ പോയിട്ട് ഈ കന്യാസ്ത്രീമാരെ കണ്ടിട്ടില്ല. കോൺഗ്രസ് ഈ കാര്യത്തിൽ അവിടെ
ഈ പറയുന്ന നിയമപരമായിട്ടുള്ള നടപടി അതിന്റെ രീതിയിൽ നടക്കട്ടെ എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ചർച്ചയിലിരിക്കുന്ന ആരിഫിനോട് ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന 2 ദിവസം മുമ്പാണ് തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതി കേരള പോലീസ് 2 കന്യാസ്ത്രീകൾക്കെതിരെ സിമിലർ ആയിട്ട് എടുത്തിട്ടുള്ള മനുഷ്യക്കടത്ത് കേസ് അവരെ അക്വിറ്റ് ചെയ്തുകൊണ്ട് വിധി പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്താണ് ബീഹാറിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരികയായിരുന്നു. ആലപ്പി ധൻബാദ് എക്സ്പ്രസിൽ പറയൂ. മറുപടി പറയാൻ അവസരം അല്ല, ഞാൻ ഹിന്ദു പത്രത്തിലാണ് വായിച്ചത്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എന്ന് പറയുന്നു. ഞാൻ 30 സെക്കൻഡ് പറയാം. 30 സെക്കൻഡ്. അതായത് ആലപ്പി ധൻബാദ് എക്സ്പ്രസിൽ ഈ പറയുന്ന 3 ട്രൈബൽ പെൺകുട്ടികളെ ജാർഖണ്ഡിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു. 2 മലയാളി നഴ്സുമാരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റെയിൽവേ പോലീസ് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കീഴിലല്ല, അത് RPF ആണ്, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഗവൺമെന്റ് റെയിൽവേ പോലീസ് ഇത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഇവർക്കെതിരെ കേസെടുക്കുകയും ഇവരെ ജയിലിൽ അടക്കുകയും ചെയ്തു. ആ കേസിൽ അഡീഷണൽ സെഷൻസ് കോടതി തൃശ്ശൂർ കഴിഞ്ഞ ദിവസം മുമ്പ് ഈ 2 കന്യാസ്ത്രീകളെയും നിരപരാധികളാണെന്ന് കണ്ടുകൊണ്ട് കുറ്റവിമുക്തരാക്കി. കേരളത്തിൽ പിണറായി വിജയന്റെ മന്ത്രിസഭ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരിക്കുമ്പോഴാണ് 2 കന്യാസ്ത്രീകൾക്കെതിരെ കേരളത്തിൽ തന്നെ മനുഷ്യക്കടത്ത് IPC സെക്ഷൻ 370 പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അതാണ് BNS-ലെ 143 ആയിട്ടുള്ളത്. അങ്ങനെ കേസെടുത്തിട്ടുള്ള നിങ്ങൾക്ക് ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഇതേപോലത്തെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അത് ഭരണഘടനയ്ക്കെതിരെയുള്ള ആക്രമണമാണ്, അത് ക്രിസ്ത്യൻ സമൂഹത്തോടുള്ള ശത്രുതാപരമായിട്ടുള്ള സമീപനമാണെന്ന് പറയാൻ എന്ത് ധാർമ്മികാധികാരമാണുള്ളത് കൂടി ഞാൻ ചോദിക്കുകയാണ്. ശരി, ഒരു നിമിഷം. ഈ ഛത്തീസ്ഗഡ് ഞാൻ മനസ്സിലാക്കുന്നത് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ കൊണ്ടുവന്ന അവരുടെ പ്രായം എത്രയാണ്? അവരുടെ പ്രായം 17-18 വയസ്സുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രായപൂർത്തിയായിട്ടില്ല. ഛത്തീസ്ഗഡിലുള്ളതോ ഇതേപോലെ ഛത്തീസ്ഗഡിലുള്ളത് 18, 19, 20 പ്രായപൂർത്തിയായവരാണ്. ഇത് രണ്ടിൽ വ്യത്യാസമില്ല. മനുഷ്യക്കടത്താണ് കേസ്. ഇവിടെ ആ സമ്മതപത്രം വേണമെന്ന് സമ്മതപത്രം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു, നമ്മളെല്ലാവരും കണ്ടതുമാണ്. അപ്പോൾ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. അത് അങ്ങേറ്റം അബ്സഡിറ്റി നിറഞ്ഞൊരു കേസാണെന്നുള്ള കാര്യം താങ്കൾ തന്നെ അറിയാവുന്നതാണ്. അതിൽ വന്നിരിക്കുന്നത് ഞാൻ ഇതിനെ താങ്കൾ പറഞ്ഞ ഒരു ഭാഗത്ത് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. അത് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളെടുത്ത നിലപാടാണ്. അതിന് മറുപടി പറയേണ്ടത് മുഹമ്മദ് ഷായാണ്. ഞാൻ ആരിഫിലേക്ക് ഒന്ന് വരുന്നു, അതിനുശേഷം മുഹമ്മദ് ഷായിലേക്ക് ഞാൻ വരാം. ആരിഫ് നേരത്തെ ഇടപെടാൻ ശ്രമിച്ചിരുന്നു. അല്ല, എനിക്ക് ഈ ഹ്യൂമൻ ട്രാഫിക് കേസുമായി ബന്ധപ്പെട്ട് ചില പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ കാര്യം, ഈ അരൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഞാൻ 3 തവണ MLA ആയിരുന്നു. അവിടെ ഏറ്റവും കൂടുതലുള്ള സീ ഫുഡ് എക്സ്പോർട്ട് സോണാണ്. അവിടെ വർക്ക് ചെയ്യുന്ന വലിയ തോതിൽ ഒരു 50% പെൺകുട്ടികൾ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളുടെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ IG ശ്രീജിത്ത് ഈ ഹ്യൂമൻ ട്രാഫിക് കേസ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ ഉടനെ തന്നെ ഇടപെട്ടു. ഇതൊക്കെ ലേബർ കോൺട്രാക്ടർമാർ കൊടുക്കുന്നതാണ്, മുതലാളിമാരെല്ലാം കേസ് പ്രതിയാക്കി കേസെടുക്കുകയാണ്. ഞാൻ ചോദിച്ചത് എന്താ സമയം, ഇത് സെൻട്രൽ ഗവൺമെന്റ് ഹ്യൂമൻ ട്രാഫിക്കിന് വേണ്ടി അവർ നാഷണൽ ലെവലില് ഓരോ സ്റ്റേറ്റിലും ഓരോ IG ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതിനോട് സബോർഡിനേറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയും പോസ്റ്റ് ചെയ്തിരിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ തരുന്ന വേരിയസ് ഇൻഫർമേഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് സെൻട്രൽ വരുന്ന ഇൻഫർമേഷൻസ് ഉണ്ട്. ആ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ കേസ് എടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ജോലി പോകും. അതുകൊണ്ട് ഇത് സെൻട്രൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഞങ്ങൾ കേസെടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ ഒരു 50% നമ്മുടെ ഈ ബ്യൂട്ടി പാർലർ എടുത്ത് നോക്കിയാൽ അവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന ഈ ഹിമാചൽ പ്രദേശിലും അവിടെ നിന്നൊക്കെ വരുന്ന പെൺകുട്ടികളാണ്. ഒരു ഗ്രാമം ഇല്ലാണ്ടാവും. ആലുവയിലും നമ്മുടെ എറണാകുളത്തുള്ള പല സ്ഥലങ്ങളിലെ ഹോട്ടലുകളിൽ വന്ന് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പോലീസ് എടുത്ത ഒരു കേസ് പിണറായിയുടെ പോലീസ് എടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയുടെ പോലീസ് ഇൻഫർമേഷൻ വന്നത് IG-ക്ക് ആയിരിക്കും, ഇൻഫർമേഷൻ വന്നത് റെയിൽവേ പോലീസിനാണ്, പിണറായിയുടെ പോലീസിനാണെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ വെറുതെ നിങ്ങൾ ജനം TVയും കണ്ടോണ്ട് ജന്മഭൂമി വായിച്ചോണ്ട് സുഹൃത്ത് ഇതുപോലുള്ള ചർച്ചയിൽ അതിനകത്ത് ഒരിടത്തും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസ് സംസ്ഥാന സർക്കാരിന് കീഴിലാണ്.
അതെ അത് ഇന്ത്യ സർക്കാരിന്റെ ഇൻഫോർമേഷൻ പ്രകാരം കേസെടുക്കുന്നതാണ്. ശരി 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 ഇന്ത്യ സർക്കാരിന്റെ ഇൻഫോർമേഷൻ പ്രകാരം ഓക്കെ കേസെടുക്കുന്നതാണ്. ശരി എനിക്ക് മുഹമ്മദ് ഷായിലേക്ക് പോകണം. 1 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. മുഹമ്മദ് ഷാ ഞാൻ 1 പറയട്ടെ, മിനിറ്റ്. ഒന്ന് പറയട്ടെ. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ശരി ശരി സംസ്ഥാന ശരി ശങ്കുണ്ഠ സംഘങ്ങളുടെ സമയം അവസാനിച്ചു. എനിക്ക് മുഹമ്മദ് ഷായിക്ക് സമയം കൊടുക്കണം. സുപ്രീം കോടതിയുടെ വിഹാൻ കുമാറിന്റെ ജഡ്ജ്മെന്റ് ഉള്ളിടത്തോളം കാലം ഈ അറസ്റ്റ് തെറ്റായ അറസ്റ്റാണ് എന്നതിൻ്റെ പേരിൽ അവർക്ക് ബെയിൽ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ മാസമുണ്ട്. ഈ പറഞ്ഞ ഇവർക്കെതിരെ ചൂഷണം നടത്തി എന്നതിൻ്റെ പേരിൽ തെളിവില്ലാതെ ഒരിക്കലും ട്രാഫിക് കേസ് നിൽക്കില്ല എന്നുള്ള ജഡ്ജ്മെൻറ്റ് 1 മാസം മുമ്പ് വന്നുകൊണ്ട് അതിൻ്റെ പേരിൽ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. ആ ജാമ്യം ലഭിക്കുന്ന എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി അതിന് പോയി രാഷ്ട്രീയമായി കളിക്കാതിരിക്കേണ്ട. ഒരു രാഷ്ട്രീയം വേണ്ട. ആദ്യം അവർ സിസ്റ്റേഴ്സ് പുറത്തു വരട്ടെ. പിന്നെ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഛത്തീസ്ഗഡ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ വലിയ പ്രക്ഷോഭവും പ്രകടനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഛത്തീസ്ഗഡിലെ ആരൊക്കെ എവിടൊക്കെ പോയി എന്നതല്ല വിഷയം. പ്രസ്താവന ആരൊക്കെ എന്നുള്ളതല്ല വിഷയം. ഈ കേസ് എങ്ങനെ അവർ കൈകാര്യം ചെയ്തു അല്ലല്ല. അവിടെ നിന്നുള്ള നേതാക്കളുണ്ട്. അല്ല, അത് അവിടെ നിന്നുള്ള നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് 10,000 പേര് എല്ലാവരും മാത്രമല്ല ഭൂപേഷ് ബാഗൽ ജയിലിൽ പോയിട്ട് കണ്ടിട്ടില്ല ഈ കന്യാസ്ത്രീകളെ. അത് വാസ്തവമാണ്. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും പേരെടുത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടോ ഞാൻ നോക്കിയിട്ടില്ല. 10,000-കണക്കിന് ആളുകളുടെ പ്രകടനം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിക്കരുത്. ശരി 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 ശരി. താങ്ക് യു ശ്രീ മുഹമ്മദ് ഷാ. താങ്ക് യു ശങ്കുട്ടിദാസ്. താങ്ക് യു ശ്രീ കെന്നഡി. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു AM ആരിഫ് ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.